അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവന് പൊരുത്തപ്പെട്ട, അവന് ഇഷ്ടപ്പെട്ട നല്ല അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രത്യേകം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകളുടെ വ്യക്തിജീവിതത്തിൽ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ, അവർ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവർ ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട നാസിലി റളിയല്ലാഹു അൻഹു, നാസിലി ഇമാം ഈ വിഷയം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനവർകൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം അവർകൾ നമ്മോട് പറഞ്ഞു തരുന്നത്, നമ്മൾക്ക് നേടിയെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതെന്തുമായിക്കോട്ടെ, ദുന്യവിയാണെങ്കിലും ഉഖ്റവിയാണെങ്കിലും റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ ചോദിച്ച കാര്യം അള്ളാഹു നിർബന്ധമായിട്ടും പൂർത്തീകരിച്ചു തരും. അതിനു വേണ്ടി പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യുക. ഏത് അറബി മാസത്തിൻ്റെ തുടക്കമായാൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഏറ്റവും നല്ലത് അറബി മാസങ്ങളുടെ തുടക്കങ്ങളിലാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ബുധൻ, വ്യാഴം, വെള്ളി, ഈ 3 ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? നോമ്പ് നോക്കുക. നമ്മുടെ മാനസികമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ നോമ്പ് നോക്കുന്നു എന്ന നിയത്താണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ഫതഹ് ഉണ്ടാകണം, ഈ ഉദ്ദേശം നമുക്ക് പൂർത്തിയായി കിട്ടണം എന്ന ലക്ഷ്യം വെച്ച് ഈ 3 നോമ്പുകൾ നമ്മൾ നോക്കുക. അതിൽ നോമ്പ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മാനസികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായിട്ടുണ്ടാവും? പ്രിപ്പയർ ആയിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഒരു വിഷയമാണല്ലോ. അങ്ങനെ നോമ്പ് നോറ്റതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, വെള്ളിയാഴ്ച ദിവസം നന്നായിട്ട് കുളിച്ച് വൃത്തിയായി നമ്മൾ ജുമുഅക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകും. സ്ത്രീകളാണെങ്കിൽ ളുഹ്ർ നിസ്കരിക്കുന്ന ആ സമയം നമ്മൾ കൃത്യമായിട്ട് നല്ല ശുദ്ധിയോടുകൂടെ എല്ലാം റെഡിയായി എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്താക്കുക? ദാനം ചെയ്യുക. അത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ആവശ്യപ്പെട്ട ആളുകൾ, നമ്മുടെ കുടുംബമാണല്ലോ ആദ്യം കൊടുക്കേണ്ടത്. ഒന്നുകിൽ നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യപ്പെട്ട വീട്ടിലെ ഒരു വിഷയമാണെങ്കിൽ ചുരുങ്ങിയത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു 10 രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ 1 രൂപയെങ്കിലും നിങ്ങൾ ദാനം നൽകണം. ഏതൊരു ദുആക്ക് ഉത്തരം ലഭിക്കണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും നമ്മളൊരു സ്വതക്ക നൽകിയിരിക്കണം. സ്വതക്ക നൽകി റബ്ബിനോട് ചോദിച്ച ഒരു കാര്യവും റബ്ബ് സഫലമാക്കാത്ത ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാനിപ്പോൾ ഈ ആഴ്ചയിൽ ഒരു വിഷയങ്ങൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാറ് ആ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും ദാനം ചെയ്യും. ഇത് പറയുന്നത് നിങ്ങൾക്കൊരു അനുഭവം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ആ വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യും? നമ്മൾ ദാനം ചെയ്യും. ദാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും പള്ളികളിലാവുമ്പോൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ബക്കറ്റ് വരും. ആ ബക്കറ്റിൽ ഒരു 10 or 20 ഇടുമ്പോൾ എൻ്റെ മാനസികമായിട്ട് ഞാനിപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ വിഷയമായിരിക്കും ഞാൻ പറയാറ്. പലപ്പോഴും മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞാനത് ദാനം ചെയ്യും. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം. അത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങൾ സ്വതക്ക ചെയ്ത റബ്ബിനോട് ചോദിക്കും. അങ്ങനെ ജുമുഅക്ക് മുമ്പ് തന്നെ ദാനം ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക കൊടുത്ത്, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് പള്ളിയുടെ നേർച്ചപ്പെട്ടിയിലോ പള്ളിക്കാവശ്യമായ എന്തെങ്കിലും നമ്മൾ എന്തൊക്കെയാ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ആരെങ്കിലും സഹായം അഭ്യർത്ഥനയായിട്ട് മുമ്പുണ്ടാവും, അവർക്കൊരു സഹായം കൊടുക്കുക. ഈ ദാനം നൽകിയതിന് ശേഷം നമ്മൾ ജുമുഅ നിസ്കരിക്കണം. മനസ്സിലായല്ലോ? ജുമുഅ നിസ്കരിക്കുക. ഈ ജുമുഅ നിസ്കാര ശേഷം ഒരു ദിക്ർ ചൊല്ലാനുണ്ട്. അത് ചൊല്ലിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ജുമുഅ നിസ്കാരം കഴിഞ്ഞ ഉടൻ എണീക്കാതെ, പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ ഫോട്ടോ ഇടും, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ മറ്റോ സൂക്ഷിച്ചാൽ മതി.
എന്നിട്ട് ആ ദുആ നിങ്ങൾ എന്താക്കണം, ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു തആല അത് കാരണം നമ്മുടെ എന്ത് ഉദ്ദേശമാണെങ്കിലും അല്ലാഹു അത് പൂർത്തിയാക്കി തരും. നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യും, ഉസ്താദെ അൽഹംദുലില്ലാഹ് അത് പൂർത്തിയായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയും. അത്രയും ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നു, കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നോക്കി പഠിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذي لا إله إلا هو الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأسألك باسمك بسم الله الرحمن الرحيم الذي لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم الذي ملأت عظمته السماوات والأرض وأسألك باسمك بسم الله الرحمن الرحيم الذي عنت له الوجوه وخضعت له الرقاب وخشعت له الأبصار وجلت القلوب من خشيته وذرقت منه العيون أن تصلي على محمد وعلى آل محمد وأن تعطيني حاجتي كذا وكذا كذا وكذا എന്നതിന് പകരം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക, നമ്മുടെ ഉദ്ദേശങ്ങൾ പറയുക. വൻ തുഴത്തിയനി റബ്ബേ, എനിക്ക് നീ തരണം, ഹാജത്തി എൻ്റെ ഉദ്ദേശങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തരണം, കഥാ വക്കഥാ ഇപ്രകാരമുള്ള ഉദ്ദേശങ്ങൾ, ഇപ്രകാരമുള്ള എൻ്റെ ഈ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി തരണം എന്ന് റബ്ബിനോട് മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ അള്ളാഹു ഫത്ഹ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വിഷയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഞാൻ ഈ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും 3 നോമ്പുകൾ നമ്മൾ നോൽക്കണം. അതിന് ശേഷമുള്ള ആ വെള്ളിയാഴ്ചയുടെ നമ്മൾ കാര്യമാണ് പറഞ്ഞത്. ഈ 3 നോമ്പ് നോമ്പ് നമ്മൾ തുറക്കുന്ന ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, റബ്ബിലേക്ക് മനമുരുകി ദ്വാരക്കണം ഈ ഉദ്ദേശം പൂർത്തിയാകാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം വെള്ളിയാഴ്ച ദിവസം നിങ്ങളിങ്ങനെ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരും. ഒരു സംശയവും വേണ്ട. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ, ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ബഹുമാനപ്പെട്ട നാസിലി ഇമാം നമ്മോട് പഠിപ്പിച്ചു തന്ന ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരും. അല്ലാഹു അത്തരത്തിലാക്കി തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തുകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലാഹു നമ്മെ അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.